ഹലോ ഹലോ സുഹൃത്തുക്കളെ, ഇത് രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ വലയിടാൻ വേണ്ടി കടലിലേക്ക് പോയതാണ്. രണ്ടാൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരെ കൂടെ അവർ വലയിടുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അവരെ വലയിടുന്നതിന് ഇങ്ങനെ പോകുന്നത്. ഞാൻ വലയിടുമ്പോൾ അവർ കൂടെ കൂടിയതാണ്. ചങ്ങായിമാർ തന്നെയാണ്. ചൂണ്ടയിടാൻ പോയത് കുറച്ച് സമയം ചൂണ്ടിയിട്ട് അതിന് ശേഷം വലയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ വൈകിട്ടാണ്, ഒരു ഏകദേശം 6 മണിയാകുന്ന സമയത്ത് നമ്മൾ വലയിട്ട് വെക്കുന്ന മീൻ അടക്കം വക്കലിലേക്ക് പിടിച്ചിടുന്ന വീഡിയോ ഉണ്ട്. ഒരുപാട് മീനും ഞണ്ടെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്, നല്ല കാഴ്ചയാണ്. മീൻ വലയിൽ കുടുങ്ങിയിട്ടെല്ലാം വക്കലിലേക്കെല്ലാം എടുത്തിട്ട് നെറ്റിൽ നിന്ന് കഴിച്ചിട്ട് ഇടുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഫുള്ള് കാണാനുണ്ട് കേട്ടോ. മീൻ പിടിക്കുന്നതെല്ലാം ഫുള്ള് കണ്ടു നോക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക്. മീനൊന്നും വന്നിട്ടില്ല. ഇടാ ഒരു കൊയലിതാ ഇപ്പം കരുതാ നമ്മളെ കണ്ടിട്ട് തുള്ളിക്കളഞ്ഞ തന്നെ വെള്ളം മറക്കട്ടെ. ഏടില്ല കുടുങ്ങിപ്പോയിനപ്പോഴത്തേക്ക്. എനിക്ക് മീനിനെ പിടിക്കണ്ടിക്ക് അങ്ങനത്തെ ആകൃതി തന്നെ വേണം. ഇതിന് പുറത്തൊരു കൊക്കയുണ്ട്, അതിൽ കൊല്ലുന്നു. ഇതിന് പുറത്തൊരു സാധനം അല്ല മോനെ, നീ നിർത്തിയിട്ടില്ല. പുറത്തെ സാധനം ഇത് ബാലത്തനോട് ഞാനും പേശി ബെല്ലോടി വീണ്ടും ബക്കറ്റിൽ നിന്ന് പോടാ. വലത്ത് ഭയങ്കര പടക്കലായിരിക്കും. ഒന്ന് കൊല്ലണേ, ഞാൻ ഞമ്മടണേ. ഓ അങ്ങനെ എടുത്തടിക്കുന്ന ബല എടാ അങ്ങടിക്കണല്ലേ. എനിക്കിത് കിട്ടൂലല്ലേ. നമുക്ക് അല്ലേ അത് തുള്ളിക്കളിയിലല്ലോ ചത്തിനല്ലേ. പൊട്ടിക്കായില്ലേ സീത്ത? എടാ ആടി ഒന്നും വലുതാ. വലുതാ മീന് നിറഞ്ഞിട്ടാ. അങ്ങോട്ട് മീൻ നോക്കി മീനില്ല. എടാ എന്താ രസം. എടാ ആട്ടിട്ടാ അപ്പുറം ഇത് റോക്കറ്റാടാ. ആ റോക്കറ്റിന് തന്നെ ആദ്യം എടുത്തിയാട്. ഇത് കൈമ്പ് കിട്ടിയ നീ എടുത്തോളൂ. അതെന്നാ ചാടിയേ? അതിന് വേണ്ട പാവം. ആ റോക്കറ്റ് സാധനം അതിന് തിന്നില്ലല്ലേ. മറ്റേ ഞങ്ങൾക്കറിയാം, 2 മുള്ളുള്ള സാധനം മുണ്ട കിട്ടുന്നേ. ആട്ടിയതാ വായിന്ന് കയറിയല്ലേ. ഒരു വായിട്ട് കൂടിയല്ല കയറിന് സ്വിച്ചിന്റെ. അവർ 1 മണിക്കൂർ പിടിച്ചേ 5 മിനിറ്റ് ഇതാവുണ്ട് കേട്ടോ. ഇതെടുത്തിട്ട് വന്നത് ഈ വലയെടുത്ത് വീട് വന്നിട്ടാ മതി നമുക്കറ അല്ലേ. പരിപാടി കഴിഞ്ഞില്ലേ? ഞാൻ പോകണേ. അങ്ങോട്ടേക്ക് പറയട്ടാ, അങ്ങോട്ടേക്ക് വരണ്ടേ. മഴ കരക്ക് ആടെല്ലാം പെടുക്കുന്നതാണോ? ഇതാ അവിടെ നല്ല അടിക്കുന്ന. അങ്ങോട്ടേക്ക് ഇട്ടാൽ എങ്ങനെയാപ്പാ? അങ്ങ് ഊറ്റി വേണ്ടേ? ഇത് ആട്ടാ ആട്ടാ ആട്ടാ. ഇതിന് കാണുന്നില്ല. മൈനം കൊടുക്കുന്ന എടാ എന്ത് സാധനം ഭൂമിയുടെ എന്നാ സീറ്റേ
അതിന് നീ എന്നെ പിടിച്ചത് ഇല്ലേ? നോക്കണേ, കൈ നോക്കണേ. പല പൊട്ടിച്ചിട്ടാ. ഏട്ടനെ പിടിയടാ. ഇങ്ങോട്ടേ കുത്തുന്നത്. ഏട്ടനാ മൂന്നത്തെ മുള്ള പൊട്ടിക്കണ പടക്കുന്ന പടക്കാക്കി നേരത്തെ കുടിക്കാനല്ലേ ഇതല്ലേ? നേരത്തെ കുടിയാൻ കുടിക്കണ എന്ത് കുടിക്കാടെ കുടിക്കണേ? അതിനെ മേലെ കൂടി പൊന്തിച്ചങ്ങ് കിട്ടാൻ. അതൊക്കെ സാധനം കിട്ടി. വെച്ച് ആമ്പല്ല ആകെ പൊന്തിക്ക് മല വെച്ച് പൊട്ടിക്കുന്നുണ്ടെന്ന് ആഘോഷം. പിന്നെ ബായിലും കയറി കുടുങ്ങിപ്പോയി. വായെന്നെല്ലാം പൊടിച്ചുകൊണ്ട് പൊട്ടിക്കാൻ കഴിയാ. മീനല്ല ഇല്ലേ കഞ്ഞിങ് വന്നിട്ടാ അയാൾ ഒരു വെറുതെ ഊരാൻ കൊടുത്തിട്ട് കൊടുത്ത പൊട്ടിച്ചാന്ന് കെട്ടിനു അരി കെട്ടിയതാണ്. പൊട്ടിച്ചന്നെ ബലക്കോട്ടിണ്ടാ? നല്ല ഏറ്റാ നേരിട്ട് നല്ലോണം ഏറിട്ട് എടാ കടലാ കടലിൽ അങ്ങനെ അടുത്ത് വേഗം അടിക്കും. അങ്ങനെയല്ല, അങ്ങനെ അടിക്കുന്നതാണെങ്കിൽ മീന് അതെന്താ സാധനം സാധനം മറ്റേ ചെമ്പല്ലി മറ്റേ പുള്ളി ചെമ്പല്ലി അതല്ലല്ലേ? ഇടകാനും ഇടകാണ്ടിരിക്കാനും സാധ്യത ഉണ്ട്. തുളി പോലല്ലോ കച്ചറയുണ്ട് കച്ചറയുണ്ട് എങ്ങനെയല്ലേ പ്രശ്നമാക്കണ്ട. ഇന്നലെ ഞങ്ങൾ നിറച്ചിന് നല്ലോണം തരച്ചാ കൈക്ക് മുള്ള കയറി ഏട്ടനെ മുള്ള നല്ലോണം തരച്ചേ കുറച്ചല്ലേ ഇനി അടിക്കണ എടുത്തു പിടിച്ച പിന്നെ കടിച്ചിലൊക്കെ ഉണ്ടാവുമെന്നാ ഇന്നലെ ചോരയുണ്ട് നേരത്തെ കൂടി നേരുണ്ടാവും. നാളെ ഈ സമയം വരെ ഉണ്ടാവും. എടുക്കണ്ടെങ്കിൽ ലേശം വെയിലും പാലില്ലാതെ നടക്കൂല. എല്ലാരും പറയും ഏട്ട കുത്തി അങ്ങാട് മറ്റേ മീനെ പിടി കടിക്ക കടിക്കല്ലേ അതന്നെ എന്റെ മോനെ പച്ചയുണ്ട്. ഇനി ഇത്ര കിലോ ഉണ്ട് സൂത്തെ. അത് പോയടാ പോട്ട് സാർ പൊന്നിച്ചിന് പോയ സാറല്ല പോട്ട് നമുക്ക് അതിനും വലിയ സാധനം കിട്ടിയില്ലേ? ഇല്ലാ പോട്ട് സാറല്ല പച്ചയുണ്ട് കിട്ടിയില്ല. ഇതിനെത്ര കിലോത്തിന് 1500 കിട്ടില്ലേ? അതെ പൊട്ടിക്കല്ലട കാല് പൊട്ടിക്കാണ്ട് ഇവനെ സബൂറാക്കി എടുക്ക്. 1 കിലോനാ ഇതിന് ആവശ്യമില്ല. ഇതെങ്ങനെയാണ് എടുക്കുക? ഇത് എടുക്കാൻ കുറച്ച് ചെറിയാടാ. ഇത് കൈനടിക്കുന്ന ഒരിക്കലേ മരിച്ചു പോപ്പാട്. കൈ പൊട്ടിക്കൂല പൊട്ടിക്കാണ്ട് എടുക്കാം. ഇതെന്തെന്ന് 1 കിലോ 3000 രൂപ.
ഫുള്ള് ഇറക്കിന്നടാ കാല് കൈവേറേ ഇന്നത്തെ കാലൊന്നും എടുക്കല്ല. അപ്പോഴത്തേക്ക് മറ്റൊരു മീൻ കിട്ടൂല. വെറുതെ ഇവിടുന്ന് പൊന്തിച്ചാലും പോയതാ. ഇനി നല്ല പച്ചക്കളറല്ലേ. ഇതിന് വലുതിനത്ര 1500 കിലോന്. ഇതിന്റെ വലുതിനത്ര 4000 ബെൽറ്റ് ഇതിൽ കുടുങ്ങിയാ പോവില്ലല്ലേ ഈ സാധനം. എക്സ്പോർട്ട് ചെയ്യുന്ന ഗൾഫിലേക്കെല്ലാം. പിന്നെ ഇത് നോക്കിയോ ഇവിടെ ഇതുണ്ടാ കട്ടിയത് കുട്ടികളെ കട്ടിയിൽ ഇതിനെ പതായ കറി അതങ്ങനെ വെള്ളമില്ല അത് എടുക്കില്ല. നടക്കില്ലല്ലേ. പല ക്വാളിറ്റി ഉണ്ട് ഇനി. അതാണ് പിടി കാല് ഇനിയും ഉണ്ട് അതിൻ്റെ. ഞാൻ വെച്ച് കഴിഞ്ഞെന്ന് അത് കഴിക്കണ്ടിക്ക് വലിയ പണിയല്ലല്ലേ. ഇതെല്ലാം കഴിഞ്ഞു. നീ ആദ്യം പിടിക്കുന്നത് ആദ്യം പിടിക്കുന്നുണ്ട്. കാല് വളരൂ ഇടക്കി കഴിഞ്ഞാൽ അല്ലേ. ആ കാല് എൻ്റെ കാല് വളരൂ. എന്നിട്ട് തിന്നാനൊന്നും കഴിയില്ല. ഇനി ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ല. ആ വരും കാല് വരും. കാല് വരും. ഞണ്ടിന് കാല് വളരും. കൈ വളരും. അവിടുന്ന് പൊട്ടിക്കുന്ന സെറ്റാ. അവരൊക്കെ ചെറുക്കണ്ടേ കടിയാ. നമ്മള് വരുമ്പോ കൊറേ തുള്ളുന്നണ്ടില്ലേ. നമ്മളിങ്ങോട്ട് കയറി ഇതാ സുയിത്ത അടിയിലാ കിടന്ന് നോക്കല്ലേ. അത് കടുക കുട്ടി എത്ര വണ്ണം വെക്കണ്ട സാധനല്ലേ. വയറ്റുണ്ട്. അതാ ഓനെയും വിളിച്ചിനെ. രണ്ടായിട്ടാ സിറ്റ മുള്ളു നോക്കണേ. നിനക്ക് കടച്ചിലുണ്ടോ? കടച്ചിൽ പോയാ കൈ നോക്കണേ. ശ്രദ്ധിച്ചെടുത്താ നീ. ഇങ്ങനെ പിടിക്കാൻ മറ്റാണ്ട് അമർന്നു പോയാ പുതിയ വലിയ സുയിത്ത. ശേഖരൻ എടുക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ. എവിടെ പോയാ തിരിച്ചിട്ട് ഇപ്പടാ ഇപ്പത്തെ കുടിയടാ നോക്കണേ. ഓക്കെ ആയിട്ടാ ഇല്ലടാ ആയിട്ടേ. അതെല്ലാം അതിന് വായിക്കണം കൂടിയിട്ടുണ്ട്. വാ നൈസ്. നാട്ടുകാരെ കുടിക്കാൻ കിട്ടുകയില്ല.